ഡേ ആഘോഷിക്കുന്ന ഭാഗമായിട്ടാണ് ഞങ്ങളും ഇവിടെ ജൽമഹലിൽ അടിച്ചു പൊളിക്കുന്നത്. സോ ഇപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓൾമോസ്റ്റ് ടൈം ഒരു 9 ആയിട്ടുണ്ട്. 7:30 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ? പോവാ എന്നെ കുട്ടി, പോവാ. എല്ലാ റെസ്റ്റോറൻറ്റിലെയും അതുപോലെ തന്നെ റിസോർട്ടിലേക്ക് പോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സിസ്റ്റം ആയിരുന്നു. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കഴിക്കാം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം നോർമൽ കർണാടക സ്റ്റൈലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ എല്ലാ ഐറ്റംസും സ്വീറ്റ്സും ഡോണറ്റ്സും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പൂളിൻ്റെ വിൻഡോ സൈഡിൽ തന്നെയാണ് ഡൈനിങ് കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അവർ പൂളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അന്നക്കുട്ടിയുടെ ഉറക്കം തീർന്നിട്ടില്ല തോന്നിയിട്ടുണ്ട്. വിച്ച ഇഡ്ഡലിയാണ് എടുത്തത്, ഞാൻ ദോശയാണ് എടുത്തത്, മസാല ദോശയാണ് എടുത്തത്. വടയെടുത്തു. പിന്നെ അന്നക്കുട്ടിക്ക് കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് ബോയിൽഡ് എഗ്ഗൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. കുറച്ച് ജ്യൂസ് കഴിച്ചു, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ് കഴിച്ചു. അത്രയൊക്കെ അവൾ കഴിച്ചുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. ഫുഡെല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ്, ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിൻ്റെ പുറം ഭാഗങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്ര നല്ല ക്യൂട്ടാണ്. സോ നമുക്കത് കണ്ടാലോ? അന്നക്കുട്ടിയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഇതുപോലത്തെ കുറേ ശില്പങ്ങളുണ്ട് കേട്ടോ. കുറേ മാന്, അതുപോലെ പശു, പിന്നെ താറാവ്, അരയണങ്ങൾ, അങ്ങനെ കുറേ സാധനത്തിൻ്റെ ശില്പങ്ങളുണ്ട്. അപ്പോൾ ഇവൾക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ കയറി നിന്ന് കളിക്കാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് വന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്ത പരിപാടി കേട്ടത്. ഇതെന്താ ഇതെന്താ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് സ്പാൻ്റെത് വരുന്നത്. അപ്പോൾ സ്പാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്പാക്ക് എക്സ്ട്രാ ചാർജാണ്, നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല അത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്ലോസ് ചെയ്താൽ തോന്നുന്നു. അപ്പം നമ്മളാണ് ഇന്ന് രാവിലെ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതിൽ ക്യാരംസ് മാത്രമേ നമുക്ക് കളിക്കാൻ അറിയാവുന്നുള്ളൂ. എങ്കിലും വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് അവളങ്ങ് ഏറ്റെടുത്തു. അവൾ തന്നെ ഇരുന്ന് കറങ്ങായിരുന്നു ഫുള്ള്. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവളുടെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കളിക്കാൻ അറിയത്തില്ല.
എങ്കിലും നമുക്ക് അറിയാത്ത ചെയ്യുന്നതിലാണല്ലോ അതിൻ്റെ ഒരു രസമുള്ളത്. അറിയില്ല എന്ന് വെച്ച് നമ്മൾ മാറി നിന്നാൽ നമുക്ക് ലൈഫിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ആദ്യമൊന്നും ഒന്നും വീണില്ല, പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വീണു. അങ്ങനെ പിന്നെ നമ്മൾ ഇൻഡോർ ഗെയിംസ് മതിയാക്കി ജസ്റ്റ് ഈ പുറത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായാലും ഇന്ന് പോവുകയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇൻഡോർ ഗെയിംസിന് താഴെ തന്നെ ഇങ്ങനൊരു ചെറിയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നലെ നമ്മൾ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ അടുത്ത് ജൽമഹലിൻ്റെ തന്നെ ഹാളും ഉണ്ടെന്ന്. അപ്പം നമ്മളുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഈ ഹാളിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ ഹാളിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഇന്നലെ ജസ്റ്റ് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഹാളിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാളാണ് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, പക്ഷെ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ആ ഒരു ഹാളിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ അത് നല്ലൊരു അടിപൊളിയൊരു സ്ഥലമാണ്. ഇതെല്ലാം വോക്കേഴ്സ് പാത്താണ്. നമുക്കിങ്ങനെ നടക്കാം. ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണിത്. നമ്മളുടെ റൂമാണ്. ഇതിങ്ങനെ ജസ്റ്റ് അവർ ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന വോക്കേഴ്സ് പാത്താട്ടോ. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് ശരിക്കും കിട്ടുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലും മുള വെച്ചിട്ട് പിന്നെ ഇവരിങ്ങനെ പില്ലർ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി പോയാലും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു രണ്ട് വീട് പോലത്തെ സംഭവം സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ കുറച്ച് വേറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അന്നക്കുട്ടിക്കും കളിക്കായിരുന്നു ഭയങ്കര തിരക്കായി. അങ്ങനെ ആ 3 കുട്ടികളും കൂടി അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സാണ്. അതിൻ്റെ കൂടെയാണ് അന്നക്കുട്ടിയും ജോയിൻ ചെയ്തത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ അന്നക്കുട്ടിയെ കൂടെ കളിച്ചു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റിസോർട്ടിൽ ഇതുപോലെ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റാറ്റൂസ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെയും ആ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ചുറ്റിലും ഇതുപോലെ തന്നെ കുറച്ച് ആനിമൽസും കുറച്ച് നമ്മളുടെ കോഴി, മാന്, അങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്നും കൂടി പകൽവെട്ടത്തിൽ ഞങ്ങൾ ഇന്നലെ കഴിച്ച റെസ്റ്റോറൻറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇങ്ങനെയാണ് അവരുടെ ഡൈനിങ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഡൈനിങ് വരുന്നത്. ഇതൊരു ഊഞ്ഞാല് പോലത്തെ ഡൈനിങ് ആട്ടോ. ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയ ആട്ടം ഉണ്ടാകും. നമ്മളെ ടേബിളും ഒക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂമെൻറ്റ്സ് ഫീലിങ്ങിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു എഫക്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു രസമുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് നമ്മൾ വന്ന അന്ന് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് ഇവിടെ ഇരുന്നിട്ടായിരുന്നു. ഒരു രസം അത്രയേ ഉള്ളൂ. നമുക്ക് അത്ര കംഫർട്ടബിളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പിന്നെ ഒരു രസമുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് കഴിക്കുക രസമുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഒന്നും കൂടി അന്നക്കുട്ടി കളിക്കുന്ന അന്നക്കുട്ടിയുടെ ആ പ്ലേ ഏരിയയിൽ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ വീണ്ടും പ്ലേ ഏരിയയിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ പൂളിൽ കളിച്ചില്ലേ, അപ്പോൾ ആ പൂൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ തന്നെയാണ് പൂള് വരുന്നത്. അപ്പം ഇതാണ് ആ പൂള്. നല്ല നീറ്റാക്കിയിട്ടുണ്ട്. രാവിലെ അവർ മൊത്തം ക്ലീൻ ചെയ്ത് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും അവർ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഇത് കണ്ടില്ലേ, നമ്മളുടെ വാളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അവരിതുപോലെ ഇങ്ങനെ ഓരോ പെയിൻറ്റിങ്സ് അല്ല ഇത്, ശരിക്കും ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീലിംഗ് തരുന്നൊരു റിസോർട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ വരുമ്പോൾ കണ്ട ഇരിക്കുന്ന ഒരു സിറ്റിംഗ് ഏരിയയിൽ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നു. നമ്മളെന്തായാലും ഇന്ന് പോവുകയാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ആ എല്ലാ സ്ഥലത്തിൻ്റെയും ഓർമ്മ ഒന്നും കൂടി പുതുക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെ എല്ലാ സാധനങ്ങളും ഒക്കെ സെറ്റാക്കി നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇറങ്ങുകയാണ്. റൂമിൻ്റെ കീ കൊടുത്തു നമ്മൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇപ്പോൾ റിസപ്ഷനിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളുടെ ലഗേജ് ഇപ്പോൾ അവരുടെ സ്റ്റാഫ് തന്നെ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ട് തന്നായിരുന്നു. പോകുന്ന വഴിക്ക് അവർ നമുക്കൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. നമ്മളിന്ന് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ എനിക്ക് അർജൻറ്റായിട്ട് ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചുവിടാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് നമ്മൾ ചെക്കൗട്ട് ചെയ്തെങ്കിലും പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം തന്നെ അന്നക്കുട്ടിക്ക് ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ജൽമഹാലിന് അവർ തന്നിരുന്ന നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് തന്നത് ഇതായിരുന്നു. അവരവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്ക്, കുക്കീസ്, ബ്രെഡിൻ്റെ പോലത്തെ ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇന്ന് റിട്ടേൺ പോവാണ് വീട്ടിലേക്ക്. പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് അടിച്ച് പൊളിച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ബാക്ക് ടു മൈ നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഒത്തിരി സങ്കടം. ദാറ്റ് ഈസ് നോർമൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന മൈസൂർ വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലെ സ്റ്റേ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ജൽമഹൽ റിസോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അടിപൊളിയാണ് കേട്ടോ.